ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. പച്ചമാങ്ങ വെച്ച് വളരെ ടേസ്റ്റോടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മാങ്ങ പുളിയിഞ്ചിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു പച്ചമാങ്ങ വെച്ചാണ് ഞാനിവിടെ മാങ്ങ പുളിയിഞ്ചി ഉണ്ടാക്കുന്നത്. നല്ല പുളിയുള്ള ഏത് പച്ചമാങ്ങ വെച്ചും നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. ആദ്യം തന്നെ മാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതായി കട്ട് ചെയ്ത് വെക്കണം. ഞാനിവിടെ മാങ്ങ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ നല്ലപോലെ ചൂടായി വന്നാൽ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നമുക്കിവിടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മാങ്ങ നല്ലപോലെ സോഫ്റ്റ് ആവുന്നവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ മാങ്ങ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. 2 അച്ച് ശർക്കര വെച്ചാണ് ഞാനിവിടെ ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ചേർത്തതിന് ശേഷം ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലെ ശർക്കരപ്പാനി നമുക്ക് വറ്റിച്ചെടുക്കണം. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്കൊരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം ഇതിൽ ശർക്കരപ്പാനിയെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് പൊട്ടിച്ചതും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് മാങ്ങാ പുളിയിഞ്ചിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു മാങ്ങാ പുളിയിഞ്ചി എന്തായാലും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ഇന്ന് ഇവിടെ പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക്